കുറച്ച് നാളായിട്ട് നമുക്കൊരു മോള് കമന്റ് ചെയ്യലുണ്ടായിരുന്നു, ചേച്ചി പെൻഡന്റ് ചെയ്യുമെന്ന്. സാധാ പെൻഡന്റ് ഒന്നുമല്ല, മയിലിന്റെ പെൻഡന്റ് ചെയ്യുമെന്ന്. അതിപ്പോ എങ്ങനെ ചെയ്യാൻ ചെല്ലാത്തതിനെ കൊണ്ട് ഞാൻ ആദ്യമൊന്നും വലിയ റിപ്ലൈ ഒന്നും കൊടുക്കാൻ നിന്നില്ല. പിന്നെയാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്, ഈ മയിലിന്റെ ഉദ്ദേശിച്ച് ചിലപ്പോൾ മയിൽപ്പീലി വെച്ചിട്ടോ അല്ലെങ്കിൽ മയിലിന്റെ ഷേപ്പിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവുമല്ലോ. എന്തായാലും ഞാനുണ്ടല്ലോ ഫസ്റ്റ് തന്നെ കമ്മൽ ഉണ്ടാക്കാൻ തുടങ്ങിയ ടൈമിൽ ഞാൻ ഒരു കമ്മൽ ഉണ്ടാക്കിയിട്ടുണ്ടായിന് മയിൽപ്പീലിയൊക്കെ വെച്ചിട്ടേ. ആ ഒരു കമ്മൽ നിങ്ങൾ ആരെങ്കിലും കണ്ടിക്കണമെന്ന് എനിക്കറിയില്ല, കാരണം ആ കഷ്ടപ്പാടിന്റെ അത്ര അങ്ങോട്ട് വ്യൂസ് അതിന് കിട്ടിയില്ലേ. എന്നാ പിന്നെ ഒന്നും നോക്കിയില്ല, നമുക്ക് ആ കമ്മലിന്റെ ഡിസൈനിലുള്ള പെൻഡന്റ് തന്നെ ചെയ്യാന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ എന്തിനാ അപ്പൊ പെൻഡന്റ് മാത്രം ആക്കണ, ഒരു മാലയും കൂടി അങ്ങോട്ട് ഉണ്ടാക്കാം. പിന്നെ എന്റെ കയ്യിലാണെങ്കിൽ ഈറവയറും ഉണ്ട്, കുറച്ച് ബീഡ്സും ഉണ്ട്. മാല ഉണ്ടാക്കാനാണെങ്കിൽ വലിയ പാടും ഇല്ല. അപ്പൊ ഞാൻ എന്നോടൊന്നും ചോദിച്ചു നോക്കി, ശ്രീകുട്ട അപ്പനക്ക് പുട്ടന്നെ വേണം നിർബന്ധമുണ്ടോ, ചപ്പാത്തി ആയാലോ? മനസ്സിലായില്ല. പെൻഡന്റ് തന്നെ വേണം നിർബന്ധമുണ്ടോ, മാല ആയാലോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ എത്ര നേരം ഇതിൽ ചപ്പാത്തി ഇനി ഉണ്ടാക്കിക്കൊണ്ട് ഇന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ കഥയിൽ ചോദ്യമില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ നമ്മള് പെൻഡന്റിന്റെ പണി ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഈ ഒരു പെൻഡന്റിന് ഉണ്ടല്ലോ, അന്ന് നമ്മൾ ഉണ്ടാക്കിയ കമ്മലിനെക്കാട്ടിലും കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. വ്യത്യാസം വേറെ ഒന്നല്ല, അതിന് ഞാൻ ഹാങ്ങിങ്സ് കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, ആ ഹാങ്ങിങ്സിന്റെ ബീഡ്സില്ലേ കുറച്ചുകൂടെ ബാക്കി. പിന്നെ ഉണ്ടല്ലോ, അത് ഞാൻ ബീഡ്സിന്റെ വലിയൊരു മാല വാങ്ങിച്ചതാണ്. അത് ഞാൻ കെട്ടിയെടുത്തതാണ് കേട്ടോ, ഇങ്ങനെ ഹാങ്ങിങ്സ് ആയിട്ട്. അതിനെ കൊണ്ടാണ് എനിക്കിത് മാല ഉണ്ടാക്കാൻ തന്നെയല്ല, ഞാനിതിപ്പോണ്ട് ഒരു ഹാങ്ങിങ്സ് മാത്രം വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ മാല ഉണ്ടാക്കാൻ കഴിയൂല എന്നല്ല. ഒരു പാക്കറ്റിലാകെ 12 എണ്ണം ഉണ്ടാവുക. ആ 12 എണ്ണത്തിനാണെങ്കിൽ നല്ല റേറ്റും ഉണ്ടായിരിക്കും. സാധാരണ ഞാൻ ഒരു കമ്മൽ ഉണ്ടാക്കുമ്പോൾ ഒരു സൈഡിലേക്ക് തന്നെ വേണം എനിക്ക് 6 എണ്ണം. അപ്പോൾ 12 എണ്ണം എനിക്ക് കമ്മലിലേക്ക് തന്നെ വേണ്ടി വരും, പിന്നെ മാലയിലേക്ക് എനിക്ക് തികയൂലായിരുന്നു. അങ്ങനെ നമ്മൾ പെൻഡന്റ് ഐപ്പിന്നൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ഹാങ്ങിങ്സ് ഒക്കെ കൊടുത്ത്, പിന്നെ ഗിയർ വയർ എടുത്തിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഈ ബീഡ്സും കൂടെ കൊടുത്ത്, ബീഡ്സ് ഇങ്ങനെ ഗ്യാപ്പ് ഇട്ട് നിൽക്കാനായിട്ട് പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലേ, ഗിയർ റോക്ക് വെച്ചിട്ട് പ്രസ് ചെയ്തത്. അപ്പൊ ഇതാണ് നമ്മൾ മാലേന്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഇത് ഉണ്ടാക്കാൻ പറഞ്ഞ ആളുണ്ടല്ലോ, 2 ദിവസമായിട്ട് കമന്റ് ബോക്സിലൊന്നും കാണുന്നില്ല, ആള് പിണങ്ങിപ്പോയതാണെന്നാണ് തോന്നുന്നത്. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കമ്മല്. അപ്പൊ എങ്ങനെ ഇഷ്ടമായിക്കുകയാണെങ്കിൽ എന്തായാലും കമന്റ് ചെയ്തോളിട്ട്, ഞാൻ കാത്തിക്കുകയാണ്.